ഇന്ന് എന്നെ വിളിക്കുമോ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ വന്നത്. Welcome to the prophetic world. നമ്മുടെ പേരെന്താ പറഞ്ഞേ? ബിജു എന്നാണോ? ബിജു ബിജു ആണ്. ഒക്കെ ഉള്ള ഏറിയ കാണിക്കുന്നേ. ഒരു സംഭവം തുടങ്ങും. സംഭവം തുടങ്ങും. 2 ശുശ്രൂഷ കൈകളിൽ ചെയ്യും. ഭൂതശാന്തി ശുശ്രൂഷ ഉണ്ടാകും. ഉണ്ടാകും. ഓടിവാ ഓടിവാ ഓടിവാ. ഒരു പകർച്ചയിൽ നിന്ന് വീഴാൻ പോവാ. മലയൊക്കെ യൂണിയൻ തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുക. പക്ഷെ പരിശുദ്ധ മലകളുള്ള ഏറിയ അവിടെ മൊത്തം മലയുള്ള അറിയാം ഇദ്ദേഹത്തെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങനെ കണ്ട കേട്ടോ. ഞാൻ എങ്ങനെ കർത്താവ് കാണിച്ചു. ബിജു എന്നും കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബിജുവെ നീ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു മറുപടി ഉണ്ടാകാൻ പോകും. എന്നെ കർത്താവ് ഒരു പഴയ വീട് കാണിക്കുന്നു. അതിന്റെ മുറ്റത്തൊരു സംഭവം നടക്കും. തുടക്കം ഒരു കൺവെൻഷൻ പോലെ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ഈ പരിപാടികളെല്ലാം നിർത്തും. സൈഡിൽ ജോലി ഉണ്ടാകും. അതേപോലെ സുവിശേഷ പ്രവർത്തനവും നടക്കും. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ഒരു കോൺക്രീറ്റ് ഇട്ട റോഡ് കയറിപ്പോകുന്ന ഒരു ഏറിയ. ആ ഏറിയ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. മെയിൻ റോഡിൽ നിന്ന് കയറ്റം കയറിപ്പോകുന്ന ഒരു ഏറിയ. നിങ്ങളുടെ വീട്ടിലോട്ടാ. മൂന്ന് മക്കളാണോ? ആണോ? 3 മക്കളെ കാണിക്കുന്നു. അതിലൊന്ന് നേഴ്സാകും. മൂന്ന് കാണിച്ചു. ഇടയ്ക്കൊരു 2 ഉണ്ട്. പക്ഷെ എനിക്കത് പോട്ടെ. അത് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഞാൻ കണ്ടത് 2ഉം 3ഉം കൂടാ കണ്ടത്. 2ഉം 3ഉം. നിലവിൽ എത്ര പിള്ളേരാ? നിലവിൽ എത്ര പിള്ളേരാ? 2 പേര്. 3 പിള്ളേര്. ഒരാള് ജനിച്ചപ്പോഴേ മരിക്കുക. 3 പിള്ളേരായിരുന്നു. ഒരാള് ജനിച്ചപ്പോഴേ മരിച്ചുപോയി. ഇപ്പൊ 2 പേരാ. ഞാൻ 3ഉം 2ഉമാ കണ്ടത്. നിങ്ങളും ജീവിച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതമാണ്. മരണം കാർന്നു കൊണ്ടുപോകേണ്ട വ്യക്തിയാണ്. ജീവിച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതം. ഞാൻ ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കയറ്റം കയറിപ്പോകുന്ന ഒരു റോഡ് എന്നെ കർത്താവ് കാണിക്കുന്നു. കുറേയേറെ വീടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു ഏറിയ. ഞാൻ ഈ ഒരു ഉദാഹരണം പറയാം. ഈ കൂടല്ലാന്ന് പറഞ്ഞെങ്കിലും പ്രോപ്പർ കൂടലല്ല. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലമാണ് കൂടലല്ല ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ താമസിക്കുന്ന ഇവിടെ ഈളമണ്ണൂര് താമസിക്കുന്നത്. അവിടെ ഈ പൊക്കത്തുള്ള ഏറിയ. മെയിൻ റോഡ് കഴിഞ്ഞ് വീട്ടിലോട്ട് ശാല അങ്ങോട്ട് കയറുന്ന പൊക്കത്തുള്ള ഏറിയല്ല വീട്. പറഞ്ഞ സെയിം സ്ഥലം തന്നെ. പറഞ്ഞ സെയിം സ്ഥലം തന്നെയാണ്.
ഒക്കെ ഉള്ളൊരു ഏറിയ. ഒരു കയറ്റം കയറുമ്പം വലതുവശത്ത് കാണുന്ന വീടാണോ നിങ്ങളുടെ? അല്ലല്ല, നമ്മുടെ അടുത്ത വീടുകളാണ്. അടുത്ത വീടാണ്. അടുത്ത വീട് നമ്മുടെ ഏത് ഞാനൊരു 3-4 വീട് അടുപ്പിച്ചാണ് കാണുന്നത്. അതായത് ഞാൻ താമസിക്കുന്ന മലയുടെ സൈഡിലാണെങ്കിലും ഞാൻ ചെന്ന് കയറുന്ന അവിടെ 2 റോഡാണ്. ഒന്ന് ആദ്യം പറഞ്ഞത് എൻ്റെ കുടുംബ സ്ഥലമാണ്, ഇപ്പം രണ്ടാമത് പറഞ്ഞത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്. കാരണം ഞാൻ കാണുന്നത് വൈ പോലൊരു സംഭവം കാണുന്നത് റോഡ്. അവിടെ വലത് സൈഡിലായിട്ട് ഞാൻ താമസിക്കുന്നത്. വലത് സൈഡിലാണ് താമസിക്കുന്നത്. അത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒരു പഴയ വീടാണോ ഇത്? ആ, പഴയ വീട്. പഴയ വീട്. ഒരു ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഷീറ്റാണോ ഓടാണോ? അല്ല, ഓടിന്റെ ഫ്രണ്ട് ശാലം ഷീറ്റുണ്ട്. ഷീറ്റുണ്ട്, ഓടിന് ഷീറ്റ് ഇവിടെ കിടക്കുന്നു. എന്റെ കൂടെ വരണം. എന്റെ കൂടെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ കണ്ടു. ഞാൻ അങ്ങനെ ഒരു വീടാണ് കാണുന്നത്. ഫ്രണ്ടിൽ ഷീറ്റ് കാണുന്നു, പീസായിട്ട് അത് ഓടും കാണുന്നു. 1, 2 2 മുറി. 2 മുറിയാണോ? 1, 2 1, 2 ഒരു ചെറിയ മുറി. 3 മുറിയാണോ മൊത്തം? 4 മുറിയാ. ഇപ്പൊ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന 3 മുറിയേ ഉള്ളൂ. 3 മുറിയേ ഉള്ളൂ. നടുക്കത്തെ ചെറിയ മുറി. നടുക്കത്ത് ഒരു ചെറിയ മുറി. നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്നു. അവിടാണോ പ്രാർത്ഥിക്കാണ്ടിരിക്കുന്നത്? ഒരു കൂട്ടായ്മ തുടങ്ങും. ഒരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മ തുടങ്ങാൻ ആരുടെ സമ്മതം വേണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അറിയാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. മനസ്സിലായി, നല്ലപോലെ മനസ്സിലായി. നമ്മളൊരു കാര്യം തുടങ്ങാൻ വരുമ്പോ പറയും, ബ്രദറെ അതിനുള്ള സമയമായിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറയും. പക്ഷെ ഇപ്പൊ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ജോലി കളയണ്ട, ജോലി നിന്നോട്ടെ, പക്ഷെ കൂട്ടായ്മ കൂട്ടത്തിൽ വരട്ടെ. നിങ്ങൾ മൂലം നിങ്ങൾ വിളിച്ചാൽ നിൽക്കുന്ന ഒരു 3-4 വീട്ടുകാരുണ്ട്. ഒത്തിരി വീട്ടുകാരുണ്ട്. മെയിനായിട്ട് നിൽക്കുന്ന 3-4 വീട്ടുകാരുണ്ട്. എന്നെ കർത്താവ് കാണിക്കുന്ന ചെറിയ മുറിയിലല്ല ബ്രദറെ, ആ മിറ്റത്തൊരു ഷെഡ് പോലെ കെട്ടും. അവിടെ ഒരു ആരാധന തുടങ്ങും. ഞാനവിടെ പ്രാർത്ഥന നടത്തി നാട്ടുകാർ അടിക്കാനൊക്കെ വന്നത്. അതാണ് ആവശ്യം. പ്രാർത്ഥന നടത്തിയതാ. നടത്തി അവിടെ വന്ന വീട്ടിലൊക്കെ ഇട്ട് അടിച്ചു. ഞാൻ കഥമൊക്കെ അടിച്ചു. ഇല്ല, ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചേന്. അപ്പൊ അതാണ് ഏറ്റവും വലിയ അടയാളം. അത്ര ഓർക്കും. അടിച്ചോ, അതാണ് അടയാളം. ഞാൻ തുടങ്ങിയപ്പം എൻ്റെ അപ്പുറത്തെ എതിർപ്പ് എനിക്ക് വന്ന്. ഇവിടുത്തെ മെയിൻ സാറുമാരെല്ലാം എന്നോട് എതിർത്തു. അപ്പൊ അതുകൊണ്ട് എന്നെ വിരട്ടി, മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം എന്നെ വിരട്ടി, ശരിക്ക് വിരട്ടി. തുടങ്ങിക്കഴിഞ്ഞ് അങ്ങനാടാ, നീ ഇങ്ങനാടാ, നീ മാറ്റയാടാ എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് മാനസികമായിട്ട് ഉപദ്രവിച്ചു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ദേശത്തൊരു ദൈവപ്രവൃത്തി നടക്കാനോ. അങ്ങനെ ഞാനിവിടെ 2018 എഴുതിയിട്ടോ, ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ഈ നിങ്ങളുടെ അടുത്താണോ ഈ ചിരണിക്കൽ പോലുള്ള ഏറിയ? നിങ്ങൾ ചിരണിക്കൽ, ഞാൻ പോകുന്ന വഴിക്കാണോ ചിരണിക്കൽ? എന്നെ അങ്ങൊരു ഏറിയ കാണിച്ചിട്ട് പരിശുദ്ധാത്മാ പറഞ്ഞു, അവിടുന്ന് ഒരു കൂട്ടം ഇളകി വരുമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു കൂട്ടം ഇളകി വരും. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ തകർന്നു പോകുകയല്ല. ഒരു സൈഡിലോട്ട് ഒരു ഇടപ്രാർത്ഥനയായിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റാകും. ധൈര്യത്തോടെ ഇരിക്കുക, കർത്താവ് കൂടെയുണ്ട്. 3-ാം തവണ വന്നെങ്കിലും ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് എനിക്ക്. ഇവിടെ സംസാരിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ട്? ഒരിക്കൽ വിളിക്കുമെന്ന് എനിക്കറിയാം. ഇന്നെ വിളിക്കുമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ വന്നത്.
വെൽക്കം ടു ദ prophetic world. ഒരു പകർച്ച നടന്നിട്ടുണ്ട്. ഒരു പകർച്ച നടന്നിട്ടുണ്ട്. ധൈര്യത്തോടെ പോവുക, പ്രവാചക അഭിഷേകത്തെ ഉപയോഗിക്കുക. ഇനി ഞാൻ കാണുമ്പോ പേര് വിളിക്കുന്ന പ്രവാചകനായി എഴുന്നേറ്റ് വരണം. ആ ഏറിയയിൽ പേര് വിളിക്കുന്ന ഒരു പ്രവാചകൻ എഴുതിയിട്ടോ. ഈ ചിരണിക്കലെ, ഇളമണ്ണൂരെ, കൊടുവടി ഏറിയകളെല്ലാം പിടിക്കപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാവ് കർത്താവ് അത് ചെയ്യും. ധൈര്യത്തോടെ ഇരിക്കുക. പോയിരുന്നാട്ടെ. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.